നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. പ്രത്യേക അന്വേഷണ സംഘം ആലുവയിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഉറക്കപ്പിച്ചിലാണ് ബലാത്സംഗ തീയതി പറഞ്ഞതെന്ന് പരാതിക്കാരി പറഞ്ഞു. തനിക്കെതിരായ ലൈംഗികാതിക്രമം ഉണ്ടായ ദിവസം പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി മൊഴി നൽകിയ ശേഷം പറഞ്ഞു. കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിച്ചു. കൃത്യമായ തീയതി ഞാൻ പൊതുവിൽ പറഞ്ഞിട്ടില്ല. കൃത്യമായ തീയതികളുടെ തെളിവ് നൽകിയിട്ടുണ്ട്. ഇന്ന് വിളിപ്പിച്ചത് കേസുമായി ബന്ധപ്പെട്ടല്ല. ഞങ്ങളുടെ വരുമാനത്തിന്റെ ഉറവിടം എന്താണ്, എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നറിയാൻ മാത്രമാണ് 11:30 മുതൽ ഇത്രയും നേരം ഉദ്യോഗസ്ഥർ പിടിച്ചിരുത്തിയത്. ഇതിൽ അട്ടിമറിയുണ്ടോ എന്ന് സംശയമുണ്ടെന്നും യുവതി വ്യക്തമാക്കി. ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചേക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന്. വിശ്വാസം എല്ലാം പോയിരിക്കുകയാണിപ്പോൾ. കേസിനെ പറ്റി ഒന്നും പറയുന്നില്ല. സുനിൽ എന്ന വ്യക്തി ഇപ്പോഴും മറവിലാണ്. സുനിലിന്റെ അഭിഭാഷകൻ എന്ന പേരിൽ ഒരാൾ വന്നു പോയിട്ടുണ്ട്. കേസിൽ ഇപ്പോൾ പ്രതീക്ഷയുമില്ല. നിവിൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരുടേതാണ്. അത് കണ്ടുപിടിക്കട്ടെ, യുവതി അഭിപ്രായപ്പെട്ടു. 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു യുവതി നിവിനെതിരെ നൽകിയ പരാതി. ഡിസംബർ 14 നിവിൻ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.